നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നിയമസഭയിൽ കോവളം മണ്ഡലത്തിന്റെ പ്രതിനിധി എം വിൻസെന്റ് ആണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിലെ അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകാര്യത്തെത്തിയ താങ്കളെ പോലീസിന്റെ മുമ്പിൽ വെച്ച് SFI പ്രവർത്തകർ കൈകാര്യം ചെയ്തു. കേസെടുത്തു അവർക്കെതിരെ. താങ്കൾ പരാതി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കേസെടുത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. അല്ല, പോലീസിന്റെ മുമ്പിൽ വെച്ചൊരു കോഗ്നിസബിൾ ഒഫൻസ് നടക്കുമ്പോൾ പോലീസ് സുവമോട്ട കേസ് എടുക്കേണ്ടതാണ്. പിന്നെ പരാതി എന്ന സാങ്കേതികത്വം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സാധാരണയായി പരാതി എന്താണ്? പോലീസ് ആ സീനിലില്ലാത്ത സമയത്ത് ഒരു സംഭവം നടക്കുകയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനുള്ളിടത്താണ് വേറൊരു സ്ഥലത്തൊരു സംഭവം നടക്കുന്നു. അപ്പൊ ആ സംഭവത്തെക്കുറിച്ച് ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു പരാതി, പരാതി കിട്ടി ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR തന്നെ എഴുതുന്നത് ഇന്ന വിവരത്തെ തുടർന്ന് ഞങ്ങള് അതിന് അന്വേഷണം നടത്തി പോകുക എന്നൊന്നാണ്. ഇപ്പൊ ആരും വിവരം തരേണ്ടതില്ല, പോലീസിന്റെ മുമ്പിൽ വെച്ചല്ലേ നിൽക്കുന്നത്. ഒരു കോഗ്നിസബിൾ ഒഫൻസിന് പോലീസിന് മുമ്പ് നടക്കുമ്പോൾ എന്തിനാണ് ഒരു പരാതി എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മനഃപൂർവ്വം കേസ് എടുക്കാത്തതാണ്. അപ്പോ MLA കയ്യേറ്റം ചെയ്തു എന്നൊരു കേസ് ഈ സർക്കാരിന്റെ മുന്നിൽ വരേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ടായിരിക്കാം അവർ കേസെടുക്കാത്തത്. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു. പക്ഷേ SFIയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചത്. അതൊരു പുതിയ നിലപാടല്ല മുഖ്യമന്ത്രിയുടേത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വളരെ ക്രൂരമായ അക്രമ പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്ന SFIയെ കുറിച്ച്, അവരുടെ ആക്രമണങ്ങളെക്കുറിച്ച് സഭാതലത്തിൽ എന്നെല്ലാം ചർച്ച വന്നിട്ടുണ്ടോ അന്നെല്ലാം മുഖ്യമന്ത്രി ഔട്ട് ആൻഡ് ഔട്ടായിട്ട് അവരെ ന്യായീകരിച്ചിട്ടുണ്ട്. ആ ന്യായീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് വളരെ സാധാരണയായി SFIക്കാർ ഞങ്ങളുടെ കാലത്ത് അടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യും, മൃഗീയമായി തല്ലുകയൊക്കെ ചെയ്യും. പക്ഷെ വലിയ ഒരു സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, റാഗിങ് നടത്തി അതിൽ അഭിരമിച്ച് ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോ സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞത്, അദ്ദേഹം പോയി ആ ഇടിമുറി കണ്ടു. ഒരു ഹാള്, എല്ലാ സംവിധാനങ്ങളുമുള്ള ഇടിമുറി. അതില് കാൾ മാർക്സിന്റെ ചിത്രമുണ്ട് ആ ഇടിമുറിയിൽ, ചെഗുവേരയുടെ ചിത്രമുണ്ട് ആ ഇടിമുറിയിൽ. അവിടെ 8 മാസമായി സിദ്ധാർത്ഥ് രാവിലെ പോയി അവിടുത്തെ ആ SFI നേതാവ് ഇങ്ങനെ ഇരിക്കും, അയാളുടെ മുമ്പിലെ രജിസ്റ്ററിൽ ഒപ്പിടണം. ആ ഒപ്പിടുമ്പോൾ അടിവസ്ത്രം മാത്രമേ ഇട്ടിരിക്കാം, ബാക്കിയെല്ലാം ഊരി മാറ്റണം. അങ്ങനെ 8 മാസം. അവിടുത്തെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആക്രമിച്ചു മാത്രമല്ല ഇപ്പോൾ അവർ ആസ്വദിക്കുന്നത്, ഇതുപോലുള്ള റാഗിംഗ് നടത്തി മാനസികമായ ഒരു ഉല്ലാസവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു ലഹരിക്ക് അടിമപ്പെട്ടവരെ പോലെയായി മാറിയിരിക്കുകയാണ് SFI. അതിന് പിൻബലം കൊടുക്കുന്നത് ഇവരാണ്. ഇപ്പൊ ലോ കോളേജിലെ അക്രമം നടന്നു. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു, അവരുടെ ഹോസ്പിറ്റലിൽ പോയി ആക്രമിച്ചു, അവർ താമസിക്കുന്ന വീട്ടിൽ ആക്രമിച്ചു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൊണ്ടുവന്നപ്പോ മുഖ്യമന്ത്രി അവരെ ന്യായീകരിച്ചു. കൃത്യം 1 മാസത്തിനകത്ത് 26 അധ്യാപകരെയാണ് SFIക്കാർ ഒരു ചെറിയ മുറിയിൽ വൈദ്യുതി വിച്ഛേദിച്ച് കൂട്ടിയിട്ടത്. ഒരു ടീച്ചർക്ക് ശ്വാസം മുട്ടി പുറത്തേക്ക് വരാൻ പോയപ്പോൾ അവരുടെ കൈ പിടിച്ച് തിരിച്ചു. ഇതെല്ലാം അവർ ചെയ്യും. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം മുൻപുള്ളതിനേക്കാൾ വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ന്യായീകരണവും അവർക്ക് പിൻബലം കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ വളരെ ഭയപ്പെടുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അക്രമങ്ങൾക്ക് SFI മുതിരും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ ഇടിമുറി ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. കാര്യവട്ടം ഹോസ്റ്റലിലും ഇടിമുറിയുണ്ടോ? തീർച്ചയായും 121 നമ്പറാണ് കാര്യവട്ടം ഹോസ്റ്റലിലെ ഇടിമുറിയുടെ നമ്പർ. സിദ്ധാർത്ഥനെ ഇടിച്ച റൂമിന്റെ നമ്പർ 21. ഓരോ ക്യാമ്പസിലും ഓരോ ഇടിമുറികളും അതിന് പ്രത്യേകമായ നമ്പരും കോഡും എല്ലാം ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പോകുന്നത്. ഈ ഇടിമുറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭയമാണ് SFIയുടെ നിലനിൽപ്പ്. അല്ലാതെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല SFI നിലനിൽക്കുന്നത്. ഈ ഇടിമുറികൾ സൃഷ്ടിക്കുന്ന ഭീകരതയിലാണ്. പേടിച്ചാണ് കുട്ടികൾ ഇന്ന് SFIയുടെ പ്രകടനത്തിലും എല്ലാം പോകുന്നത്. ആ ഭയത്തിന് SFIക്ക് ഒരു വിഭാഗം അധ്യാപകരുടെ
യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിന്റെ എല്ലാം പിന്തുണയുണ്ട്. അവരുടെ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോയില്ലെങ്കിൽ അവന് പല അസൈൻമെന്റിൽ മാർക്ക് കിട്ടത്തില്ല, പല കാര്യങ്ങളിലും അവന് വലിയ പ്രശ്നങ്ങളാണ്. SFI ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അതുപോലെ CPM-ന്റെ മുതിർന്ന നേതാക്കളും പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ ആക്ഷേപം ഉയരുമ്പോൾ അപ്പോൾ രക്തസാക്ഷികളുടെ ലിസ്റ്റ് അങ്ങ് എടുത്തിടുകയാണ്. അല്ല, ഞങ്ങൾ രാഷ്ട്രീയമായി ആക്ഷേപിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായല്ലോ. കാരണം ഭരണകക്ഷിയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPI-യുടെ സംസ്ഥാനത്തെ പരമോന്നത നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം, അവരുടെ വിദ്യാർത്ഥി സംഘടന, അവരുടെ യുവജന സംഘടന, എല്ലാവരും ഇതല്ലേ പറയുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ന്യായീകരണ സിദ്ധാന്തത്തെ ഭരണകക്ഷിയിലെ ആരും അംഗീകരിച്ചിട്ടില്ല. അതിൽ പുറത്തായി പരസ്യമായി പ്രതികരിച്ചത് CPI എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ മറ്റ് ഘടകകക്ഷികൾ ആരും അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെ ഞങ്ങളിതൊരു രാഷ്ട്രീയമായി എടുത്തു എന്നുള്ള ആരോപണത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാരണം SFI ആക്രമണം നടക്കുമ്പോഴെല്ലാം ഈ പറഞ്ഞതുപോലെ അവരുടെ 35 രക്തസാക്ഷികളുടെ കഥകൾ അതിൽ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും രക്തസാക്ഷികളാണ്. മരണപ്പെട്ടവർ തന്നെയാണ്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ മരണപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാം ക്യാമ്പസ് ആക്രമണങ്ങൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടവരാണ്. പരിക്കേറ്റിരിക്കുന്നവരുമുണ്ട്. ക്യാമ്പസ് ആക്രമണങ്ങൾക്ക് ഇരയായവരാണ് ഇവരെല്ലാം. മറ്റൊരു ക്യാമ്പസ് ആക്രമണത്തെ ന്യായീകരിക്കാൻ ആക്രമണത്തിൽ ഇരയായി ജീവൻ വെടിഞ്ഞവരെയും ജീവച്ഛവമായി ജീവിക്കുന്നവരുടെയും കഥകൾ എടുക്കുന്നത് തന്നെ ഒരു വിരോധാഭാസമാണ്, അല്ലെ? ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ സംഭവങ്ങൾ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് ഒരു പ്രതിരോധമായി എടുക്കുന്നത് അവരുടെ ആത്മാക്കൾ പോലും സഹിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത, അല്ലെ? അതെ, തീർച്ചയായും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി ഉണ്ടായി. തിരുത്തുമെന്ന് പറയുന്നുണ്ട്, ശൈലി മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് SFI, ഒരു ഭാഗത്ത് CITU, കഴിഞ്ഞ ദിവസം ഒരാളെ ഓടിച്ചിട്ട് ആക്രമിച്ച കണ്ടില്ലേ, CITU. അതുപോലെ ഈ ആരാണ് തിരുത്തേണ്ടത്? തിരുത്തേണ്ട ആൾ തന്നെ, അല്ലെങ്കിൽ തിരുത്തി മാതൃക കാണിക്കേണ്ട ആൾ തന്നെ പറയുന്നു എന്റെ ശൈലിയാണ് ശരി എന്ന്. അവര് തിരുത്തും എന്ന് പറയുന്നതിനെയാണ് അവർ തിരുത്തുന്നത്. അവർ യഥാർത്ഥത്തിൽ അവരുടെ നിലപാടുകൾ തിരുത്തുന്നില്ല. മുഖ്യമന്ത്രി ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബസ്സിന് മുമ്പിലേക്ക് ചാടി വരുന്നതാണ്. നിങ്ങൾ എല്ലാ വിഷ്വലും പരിശോധിച്ച് നോക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ആക്രമണം. ഗൺമാൻ സഞ്ചരിക്കുന്ന വാഹനം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറകിലാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് അവരുടെ വാഹനം. ആ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറകിൽ പോകുന്ന ഒരു വാഹനം നിർത്തി അതിൽ നിന്ന് വഴിയിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUകാരെ അടിക്കാൻ ക്രൂരമായി തല്ലി ചതയ്ക്കുകയാണ്. കൊല്ലണമെന്നുള്ള ഒരു വൈരാഗ്യത്തോടു കൂടിയിട്ടാണ് അവർ ആക്രമിക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവരൊരു പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോ കാസർഗോഡ് പ്രതിഷേധമില്ലായിരുന്നു, കല്യാശ്ശേരിയിൽ ഒരു പ്രതിഷേധം വന്നു. അല്ല, കല്യാശ്ശേരിയിൽ പ്രതിഷേധം വരാൻ കാരണം എന്താ? മുൻകരുതലായി കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തു, KSUകാരെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ഒരു പ്രതിഷേധമില്ല. കണ്ണൂരിൽ പ്രവേശിച്ചു, കല്യാശ്ശേരിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം അവരെ അറസ്റ്റ് ചെയ്തു. അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരും ബസ് കടന്നു റോഡിന്റെ സൈഡിൽ നിന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. ആ പ്രതിഷേധക്കാരെ ഇവർ കൈകാര്യം ചെയ്തതുകൊണ്ടും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതുകൊണ്ടുമാണ് കേരളത്തിലെമ്പാടും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി അവരെ ആക്രമിച്ചതിനെ അന്ന് തന്നെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിഷേധം ഉണ്ടാകുമായിരുന്നില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും തയ്യാറായ അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കേരളത്തിലുടനീളം ഈ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അല്ല, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ, CPM ജില്ലാ കമ്മിറ്റിയിൽ തന്നെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും വന്നോന്ന് പോലും സംശയമാണ്. ക്ലിഫ് ഹൗസിൽ അടുക്കളയിൽ അവിടെ കയറി നിറങ്ങുകയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസായി എന്ന ആക്ഷേപം ഉയരുന്നു. നല്ല പടക്കുന്ന മീൻ കൊണ്ടുപോയിട്ടാണ് മുഖ്യമന്ത്രിയും കുടുംബത്തെയും സ്വാധീനിച്ചതെന്നാണ് CPMകാർ തന്നെ പറയുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ തരംഗമുണ്ടായി, പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായി. പക്ഷേ എങ്കിലും അതൊന്നും അംഗീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല.
ഇത് പാർട്ടിയെ കൂടുതൽ ആപത്തിലേക്കല്ലേ കൊണ്ടുചെന്നെത്തിക്കുക? തീർച്ചയായും VS അച്യുതാനന്ദൻ വിഭാഗം ദുർബലമാവുകയും അത് ഇല്ലാതാവുകയും ചെയ്തതിന് ശേഷം ഇതാദ്യമായിട്ടാണ് പിണറായി വിജയനെതിരായി വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതെ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ചിലർ. അതെ, ഒരു ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം തുടങ്ങി, കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വിമർശനം തുടങ്ങി. ഇത് പിണറായി വിജയന്റെ അസ്തിത്വത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇവരുടെ വിമർശനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ നേതൃത്വം പോരാന്നുള്ളതല്ലേ? പരോക്ഷമായ ഒരു നേതൃമാറ്റം ആവശ്യപ്പെടുന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ പറയാൻ അവസരം കിട്ടിയാൽ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് പിണറായി വിജയനെതിരെ VS വിഭാഗം അസ്തമിച്ചതിന് ശേഷം ഒരു നേരിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. അതാരൊക്കെ? സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വിമർശനങ്ങളിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ ആ നിലയിലേക്കാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ്. അതെ അതെ, സാധാരണ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും വരാറില്ല. ഒരു ഘട്ടത്തിൽ അത് പുറത്തു വന്നിരുന്നു. അതെ, പിന്നെ അത് അതിനെല്ലാം ഇല്ലാതാക്കി. കാരണം അവരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ മൊബൈൽ ഫോൺ വരെ വാങ്ങി വെച്ചിട്ടാണ് പിന്നെ മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാധ്യമങ്ങളുടെ വാർത്തകളുടെ ചോർച്ച അവരടച്ചതായിരുന്നു. അതാണിപ്പോ ഡാം തുറന്നു വിട്ടതുപോലെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം, കാരണം അവർക്ക് ക്ഷമ നശിച്ചു. ഈ പാർട്ടി ഇങ്ങനെ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയോ സ്പിരിറ്റുള്ള പാർട്ടിക്കാരാണ് ഇന്ന് ഈ വിമർശനങ്ങൾ ഉയർത്തുന്നത്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കേരളത്തിലെ CPM ഉണ്ടാകും എന്ന് അറിയാവുന്ന CPM നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ തന്നെ നേരിട്ട് എത്രയോ പേര് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളാണ് ജയിക്കേണ്ടത്. കാരണം ഇനി ഇവരുടെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പാർട്ടിക്കാണ് ദോഷം. അവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. പാർട്ടിയും അതുപോലെ സർക്കാരിനെയും അടിക്കാനുള്ള വടി അവർ തന്നെ തരികയാണ് അല്ലേ? പക്ഷെ കൃത്യമായിട്ട് അടിക്കുന്നുണ്ടോ, മർമ്മത്തിൽ അടി കൊള്ളുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. പ്രതിപക്ഷം കുറച്ചുകൂടി സക്രിയമാവണ്ടേ? അല്ല, പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഏതൊരു വിഷയവും നിയമസഭയിൽ പറയുകയും, നിങ്ങളെ നിയമസഭയിലെ ഡിബേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ ആത്യന്തികമായി ഞങ്ങളുടെ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. അതിൽ വളരെ ദുർബലമായ പ്രതിരോധമാണ് പലപ്പോഴും ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നത്. അല്ല, പുറത്തും ഞങ്ങൾ ഈ വിഷയങ്ങൾ സജീവമായി നിലനിർത്തുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ വിഷയങ്ങളുടെ പെരുമഴയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മുന്നണിക്കും ഫേസ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റു വിഷയങ്ങൾ വരികയാണ്. കാരണം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 15 MP-മാരെയാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്, UDF-ന് 18 പേർ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ ചില വിവാദങ്ങളൊക്കെ വരുന്നിരുന്നു. ഇപ്പം നോക്കൂ, കൂടോത്രം വിവാദം. KPCC അധ്യക്ഷന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തു, അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരം വിവാദങ്ങൾ അല്ലെ, അത് കോൺഗ്രസിന് ദോഷകരമായിട്ട് ഭവിക്കില്ലേ? അതൊരു വിവാദമല്ല, അതൊരു പാർട്ടിയെയോ ഈ തെരഞ്ഞെടുപ്പിനെയോ അതിന്റെ വിജയത്തെയോ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത് മാധ്യമങ്ങൾക്കുള്ള ഒരു രസകരമായ ഒരു കാര്യമായിട്ട് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് സീരിയസ് ആയിട്ടുള്ള ആരും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പോയിട്ടില്ല. അതൊരു ഇപ്പൊ ഇടതുപക്ഷത്തിനായിരുന്നാലും BJP-ക്കാർക്കായിരുന്നാലും പരിഹസിക്കാനുള്ള ഒരു കാര്യം കിട്ടി എന്നുള്ളതിനപ്പുറം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. നമ്മൾ കോൺഗ്രസിനെയൊക്കെ ഒന്ന് പരിഹസിക്കാം, ഒരു കാര്യമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതിനൊരു പ്രാധാന്യവുമില്ല, ഒന്നുമില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പീസും ഉണ്ട്. ഇപ്പോൾ
ഗ്രൂപ്പിസം എന്നുള്ള നിലയിലേക്കില്ല. പഴയ ഒരു സ്ട്രിക്റ്റ് സെൻസിൽ ഗ്രൂപ്പിസം ഒന്നും പാർട്ടിക്കകത്തില്ല ഇന്ന്. കാരണം ഇന്ന് എല്ലാവരും ഗ്രൂപ്പിസത്തിന് അതീതമായി പാർട്ടി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന വളരെ വലിയ ഒരു പ്രയത്നം, ഒരു എഫേർട്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ സിൻസിയറായി ത്യാഗപൂർണമായിട്ടൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല ഇന്നത്തെ പശ്ചാത്തലത്തിൽ. അല്ല, ഒരു തവണ കൂടി CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പൊതുസമൂഹം ആശങ്കപ്പെടുന്നു. അവിടെയാണ് കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. BJP ഒരു ഭാഗത്ത് വളർന്നു വരികയാണ്. ഇപ്പോൾ നോക്കൂ, താങ്കളുടെ മണ്ഡലത്തിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത് എത്തി. BJPയുടെ വളർച്ചയെ ആശങ്കയോടെ തന്നെയല്ലേ നോക്കിക്കാണുന്നത്? എന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നല്ല, കേരളം മുഴുവനായി എടുത്തു നോക്കിയാലും താങ്കൾ എഴുതി വെച്ചോളൂ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് BJPക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും കിട്ടാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളുടെ പ്രചരണങ്ങളും രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ചലനങ്ങളും, നരേന്ദ്രമോദി 400 സീറ്റിനപ്പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന ഒരു പ്രചരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ കുറെ കൂടി BJPക്ക് വോട്ട് ചെയ്യാം എന്ന് കരുതുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ അത് മാറും. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഈ വോട്ട് അവർക്ക് കിട്ടില്ല, BJP കിട്ടുന്നില്ല. BJP അതിന്റെ മാക്സിമത്തിൽ നിന്നത് കോൺഗ്രസ് ഇങ്ങനെ ഇന്ത്യ മുന്നണി ഈ ഒരു റിസൾട്ടിലേക്ക് വരും എന്നത് ഒരു 3ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷമെല്ലാമാണ് വന്നത്. കാരണം 1ഉം 2ഉം ഘട്ടത്തിന്റെ ചില സർവേകളും മറ്റു കാര്യങ്ങളുമെല്ലാം വരികയും പത്രങ്ങളും മാധ്യമങ്ങളിലുമെല്ലാം ആ വാർത്തകൾ വരികയും ചെയ്ത സീൻ മുഴുവനും മാറുകയായിരുന്നു. 3ാം ഘട്ടത്തിന് ശേഷം സീൻ മാറുകയായിരുന്നു. അപ്പൊ ഇവിടെ 4ാം ഘട്ടത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഇത്രയും വോട്ട് കിട്ടില്ലായിരുന്നു. ഒരു കാരണവശാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഇനി BJPക്ക് നിയമസഭയിലോ ഇതിൽ കിട്ടത്തില്ല. നമ്മൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണെങ്കിൽ നിയമസഭയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായിട്ട് വൻ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അല്ല, ജനങ്ങൾ അതല്ലേ വികസനമല്ലേ നോക്കുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ജനങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വികസനം എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കറിയാലോ, അങ്ങനെയാണ് ഈ ജനപിന്തുണ കിട്ടുമോ? അല്ലാതെ വികസനം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരും. 400 സീറ്റുമായി മോദി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിയാവുകയാണ്, അപ്പോൾ എനിക്ക് വികസനം കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുകയാണ്. അതാണ് അന്ന് കർണാടക ഉപമുഖ്യമന്ത്രി വന്ന് പറഞ്ഞത്, എന്ത് വികസനം കൊണ്ടുവരും? 18 വർഷമായി അദ്ദേഹം കേന്ദ്രമന്ത്രിയും MP-യുമായിരിക്കുന്ന കർണാടകയിൽ ഒരു വികസനവും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ പൊഴിയൂർ അദ്ദേഹം പോകുന്നു. ഒരു രൂപരേഖയെല്ലാം അവിടെ കാണിക്കും തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇതെല്ലാം കാണിച്ച് ചെയ്യുന്നു. ഈ പൊഴിയൂരിലെ റോഡ് തകർന്നിട്ട് എത്രയോ വർഷം, ഒരു 8-9 മാസങ്ങൾ, എനിക്ക് തോന്നുന്നു 1-2 വർഷമായി ആ റോഡെല്ലാം തകർന്നിട്ടും കടലാക്രമണം നടന്നിട്ടും. എവിടെയായിരുന്നു ഈ കേന്ദ്രമന്ത്രിമാരെല്ലാം ഈ സമയത്തെല്ലാം? ഇതൊരു സ്റ്റേറ്റ് വിഷയമാണെങ്കിൽ സ്റ്റേറ്റിനെ സഹായിച്ച് അത് ചെയ്യിക്കാനല്ലേ ചെയ്യേണ്ടത്. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. കോവളത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ. കോവളത്ത് എന്തോ വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവന്നതാണ് മരുമകൻ മന്ത്രി അവകാശപ്പെടുന്നത്. ടു ബി ഫ്രാങ്ക്, ഇപ്പോഴും കോവളത്തെ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കൂടുതൽ സഞ്ചാരികൾ എത്തേണ്ടതാണ്, പക്ഷേ കോവളം കടപ്പുറത്തിന്റെ അവസ്ഥയൊക്കെ നന്നായിട്ട് അറിയാലോ. ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോവളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഞാൻ വന്ന MLA വന്ന അന്ന് മുതലേ പറയണം, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതുണ്ടായില്ല. പദ്ധതികൾ വരുന്നു, ഗ്ലാസ് ബ്രിഡ്ജ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അറിയാലോ. അല്ല, ഗ്ലാസ് ബ്രിഡ്ജ് എന്നോ ഇതൊന്നും അല്ല സഞ്ചാരികൾ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ നൈസർഗികമായ സൗന്ദര്യം അതേപോലെ അവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജും ഇതെല്ലാം അവരുടെ നാട്ടിലുള്ള വികസനങ്ങൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പൊ ഇവിടത്തിന്റെ തനതായിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുന്നതിനാണ് അവർ വരുന്നത്.
അത് അവരുടെ മുന്നിൽ നന്നായി ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടൂറിസത്തിന് മെച്ചപ്പെടാനുള്ളത്. അതിന് പകരം ഏതെങ്കിലും ഇവിടുത്തെ ഏജൻസികൾ പറയുന്ന ചില പ്രോജക്റ്റുകൾ എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല അവിടെ. നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല. വിദേശികൾ വരുമ്പോൾ ഇപ്പൊ പൊതുവെ ബീച്ച് തന്നെ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിപ്പോ നമ്മുടെ സർക്കാരിന്റെ കുഴപ്പമാണെന്നൊന്നും പറയാൻ കഴിയില്ല. ബീച്ച് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ കോവളത്തിന്റെ മറ്റ് സൗന്ദര്യങ്ങൾ ആളുകളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. ശ്രീ ടൂറിസം മിനിസ്റ്റർ പലപ്പോഴും വലിയ ആശയങ്ങളൊക്കെ പറയും, പല കാര്യങ്ങളെല്ലാം പറയും. ഈ കാരവൻ ടൂറിസം എന്ന് പറയും. അത് എവിടെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഓരോ ഫിലിം ടൂറിസം, പഴയ സിനിമകളെല്ലാം പ്രശസ്തമായ സിനിമകൾ ചിത്രീകരിച്ച സ്ഥലങ്ങളിൽ ഒരു ടൂറിസം ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അതിന് അദ്ദേഹം കിരീടം പാലത്ത് പോയി എന്നിട്ട് അതിനെന്നെല്ലാം പറഞ്ഞു അത് ഉടനെ ഒരു വലിയ പ്രോജക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ എല്ലാ ദിവസവും ഫേസ്ബുക്ക് അതെല്ലാം ഇന്നലെ കുമ്പളങ്ങിയിലായിരുന്നു അദ്ദേഹം. അതന്നെ ഒരു വലിയ പ്രോജക്റ്റ് ആയിട്ട് പറയുകയാണ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമായി വരുന്നില്ല. അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ജനങ്ങൾ ഇത് കൊണ്ടുവന്നു, CMT എന്നൊരു ഓരോ നിയമസഭയിലെയും PWD ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇരുന്നിട്ട് അവിടുത്തെ വർക്ക് പ്രോഗ്രസ് വിലയിരുത്തുക എന്നുള്ളതിനൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയ ഇതായി പോയി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്താണ്, 9 മാസം മുമ്പുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് തന്നെ ഈ മാസം വന്നാലേ ആ ഉദ്യോഗസ്ഥർ കൊണ്ടുവരാണ്. ഒരു കാര്യം മുമ്പോട്ട് പോകുന്നില്ല. പിന്നെ റണ്ണിംഗ് കോൺട്രാക്ട് റോഡിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ റണ്ണിംഗ് കോൺട്രാക്ട് കൊടുത്ത റോഡിലെ കുഴികൾ എണ്ണാൻ അദ്ദേഹത്തിന് ഒരു ദിവസങ്ങളോളം എടുത്താലും കഴിയില്ല. തുടക്കത്തിൽ നടന്നിരുന്നു അദ്ദേഹം. അതല്ല ഞാൻ പറയുന്നത്, റണ്ണിംഗ് കോൺട്രാക്ടിന് ഒരു റോഡ് നിർമ്മിച്ചു, അത് കുഴികൾ ഉണ്ടാകാൻ അടയ്ക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ആ റോഡുകളെല്ലാം ഒന്ന് കുഴിയായിട്ട് കിടക്കുകയാണ്. റണ്ണിംഗ് കോൺട്രാക്ടറെയും കാണാനില്ല, ഒന്നും കാണാനില്ല. ആശയങ്ങൾ പറയുമ്പോൾ കൊള്ളാം, കേൾക്കാനും കൊള്ളാം. അപ്പൊ എത്ര പദ്ധതികൾ, പക്ഷെ ഒന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് വസ്തുത. വിഴിഞ്ഞത്ത് 12-ാം തീയതി ആദ്യ ചരക്ക് കപ്പൽ എത്തുന്നു. പിന്നെ ഓണത്തോടുകൂടി അത് കമ്മീഷൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വിഴിഞ്ഞം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറും. തിരുവനന്തപുരത്തിന്റെ എന്നല്ല, കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറില്ലേ? തീർച്ചയായും വിഴിഞ്ഞം നമ്മുടെ വികസനത്തിന്റെ ഒരു വലിയ കവാടമാണ്. അതാണ് ഒരുപാട് പഴികേട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം അധികാരത്തിൽ വന്നത് മുതൽ നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണകക്ഷി അതിനെ ബഹിഷ്കരിക്കുകയും ഇതൊരു കടൽ കൊള്ളയാണ് എന്നെല്ലാം വിശേഷിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് 19 യാഥാർത്ഥ്യമാകേണ്ടുന്ന ഈ തുറമുഖം ഏതാണ്ട് 5 കൊല്ലം കൂടി എടുത്ത് 24-ലാണ് 24-ലെങ്കിലും പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം, പൂർത്തീകരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത് 5 കൊല്ലം മുമ്പ് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാടിന് കിട്ടേണ്ടുന്ന വികസനവും നമ്മുടെ നാടിന് കിട്ടേണ്ട നേട്ടങ്ങളും എല്ലാം 5 കൊല്ലത്തേക്ക് കൂടെ വൈകിപ്പിച്ചു എന്നതാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ കമ്മീഷനിങ് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എത്രയും വേഗം അത് പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യണമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. തീരദേശത്തെ ഈ തുറമുഖത്തിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്നവരുടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ ഇറോഷനാണ്, ബീച്ചിന്റെ ഇറോഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഇത് ഉണ്ടാകുമെന്ന് അന്നത്തെ ഗവൺമെന്റ് കണ്ടിട്ടാണ് 470 കോടിയുടെ ഒരു പ്രോജക്റ്റ് 3000 വീടുകൾ കടലെടുക്കും. അപ്പൊ ഓരോ വീടിനും അവർക്ക് സ്ഥലം ഉൾപ്പെടെയുള്ള കൊടുക്കുന്നത് ചേർത്തുകൊണ്ടുള്ള ഒരു പാക്കേജാണ് 470 കോടിയുടെ. അതിനെക്കുറിച്ച് ഇവര് മിണ്ടുന്നില്ല. ആ പാക്കേജ് പൂർണ്ണമായും അടച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് നിയമസഭയിൽ ചോദിച്ചപ്പോൾ ആ പാക്കേജ് വീണ്ടും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നാണ് നടപ്പിലാക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുന്നത്. ഇപ്പൊ അവിടെ ഫിഷിങ് ഇനി വലിയ ബുദ്ധിമുട്ടായി മാറും ആ ഏരിയയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഫിഷിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പൂർണ്ണമായും പുനരുദ്ധരിപ്പിക്കാനും അവർക്ക് ജോലി സാധ്യതകൾ അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയണം. അതുപോലെ തന്നെയാണ് അവിടെ കൃഷി എല്ലാം നടന്ന കൃഷി ഏരിയ ഭാഗങ്ങളെല്ലാം കുറെയൊക്കെ നികത്തുകയും അവിടെ കൃഷി നടത്തുന്ന ആളുകൾക്ക് വെള്ളം കിട്ടാത്ത വെള്ളം ഉള്ള നീർമറി പ്രദേശങ്ങളെല്ലാം നികത്തിയെല്ലാം പോയപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്.
ടൂറിസം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. വികസനം നടക്കുമ്പോൾ ആ വികസനത്തിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകൾ പ്രയാസപ്പെടരുത്. അതിന്റെ ഏറ്റവും ആദ്യത്തെ പങ്ക് ലഭിക്കേണ്ട ആളുകൾ അത് കിട്ടാതെ പോകരുത് എന്നത് മാത്രമേ ഉള്ളൂ. ഇത് തീർച്ചയായും. പിന്നെ സർക്കാർ ചെയ്യുന്നത് ക്രെയിൻ കണ്ടുവന്നപ്പോൾ ഒരു വലിയ ആഘോഷം നടത്തും. ഇന്നൊരു ട്രയൽ റണ്ണാണ് നടന്നത്, അതൊരു വലിയ ആഘോഷം. മുമ്പ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരു ട്രയൽ റൺ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്താൻ പോയപ്പോ എന്ത് ബഹളമാണ്. അത് ബഹിഷ്കരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തടയുമെന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം ചെയ്തവരാണ് ഇന്ന് അതേപോലെ തന്നെ ട്രയൽ റൺ ആരംഭിക്കുന്നത്. വളരെയധികം നന്ദി. മറുപടി.